ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹരിയാനയിലെ ഝർഗി ദാദ്രിയിൽ ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഗോരക്ഷാ സേനാ പ്രവർത്തകർ തല്ലി കൊലപ്പെടുത്തിയെന്ന വാർത്ത വരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശി സാബിർ മാലിക്കാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച മഹാരാഷ്ട്രയിലും വയോധികന് നേരെ ആൾക്കൂട്ടാക്രമണമുണ്ടായി. നാസിക്കിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ വെച്ചാണ് ജാൽഗൌൺ സ്വദേശി ഹാജി അഷ്റഫ് മുനിയാർ ആക്രമണത്തിന് ഇരയായത്. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ഏറെ ദാരുണമായ അതിക്രൂരമായ ഒരു വാർത്തയാണ് വരുന്നത്. ബീഫിന്റെ പേരിൽ വീണ്ടും കൊലപാതകം നടന്നിരിക്കുന്നു. അത് ഹരിയാനയിൽ നിന്നുള്ള വാർത്തയാണ്. ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, ആ ആക്രമണവും ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ചുകൊണ്ട് വയോധികന് നേരെ ആൾക്കൂട്ടം നടത്തിയ ആക്രമണവും ഏറെ ഞെട്ടിക്കുന്നതാണ്. വിനിത, ഏറെ ഞെട്ടിക്കുന്ന 2 വാർത്തകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹരിയാനയിലെ ഝർഗി ദാദ്രിയിൽ നിന്നാണ് ആദ്യ വാർത്ത. ആക്രി കച്ചവടമായിരുന്നു ഇയാളുടെ തൊഴിൽ. ആക്രി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയും പിന്നീട് ആക്രമിക്കുകയുമായിരുന്നു. അവിടെ ചില ആളുകൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് അവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്. മൊത്തം 5 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇനിയിപ്പോൾ അറിയാൻ ഉള്ളത്. എന്താണെങ്കിലും ആൾക്കൂട്ട കൊലപാതകം അത് തീർച്ചയായും ഏറെ ദാരുണമായ സംഭവമാണ്. നേരത്തെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഹരിയാനയിൽ അടക്കം പലയിടത്തും ഇതിനു മുമ്പ് സമാനമായി തന്നെ ബീഫുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുകയും ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയും സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ നാസിക്കിൽ ഓടിക്കുന്ന ട്രെയിനിൽ ഉണ്ടായിരുന്ന വയോധികൻ അയാളുടെ കൈവശം ബീഫ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്രക്കാരായ ഒരു സംഘം ആളുകൾ അയാളെ ആക്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്രമണം വലിയ രീതിയിൽ ട്രെയിനുള്ളിൽ തന്നെ വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. ജാൽഗൌൺ സ്വദേശി ഹാജി അഷ്റഫ് മുനിയാറാണ് ഈ ആക്രമണത്തിന് ഇരയായത്. ഇയാളുടെ മകൻ നൽകിയ പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്തവരും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ് 2 സംസ്ഥാനങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഹരിയാനയിലെ ഝർഗി ദാദ്രിയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വിവരം വരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഗോരക്ഷാ സേന പ്രവർത്തകർ തല്ലി കൊലപ്പെടുത്തിയിരിക്കുന്നത്. 5 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.